ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈസി ആയിട്ട് ബ്രെഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അറിയുന്നതല്ലേ. ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ചിക്കന് കുറച്ച് ഉപ്പും മുളക് പൊടിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ ക്യാപ്സിക്കും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത നമ്മുടെ ചിക്കൻ കൂടി തട്ടി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് സോസും, അതായത് ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ബ്രെഡ് എന്ത് ചെയ്യുക, 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം, സ്റ്റീം ചെയ്തെടുക്കാം. നല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആവും. പക്ഷേ എന്നാലും നമ്മുടെ ബ്രെഡ് എന്ന് വെച്ചാൽ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച രീതിയിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി വലിയ ബ്രെഡാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നല്ലോണം സ്റ്റീം ചെയ്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തുന്ന ടൈം ഇത് സ്റ്റീം ചെയ്ത ബ്രെഡായാലും നല്ലോണം പരന്ന് വരും സാധാരണ ബ്രെഡ്. പക്ഷേ ഈ ഒരു ബ്രെഡ് അത്ര സോഫ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നല്ല രീതിയിൽ നമുക്ക് പരത്തുമ്പോൾ പരന്ന് കിട്ടാത്തത് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രെഡ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടൊന്ന് സൈഡിൽ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ലോണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഇത് എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അതിന് ഫില്ലിങ്ങിലൊന്ന് പുറത്തേക്ക് ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അതായത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാ ബ്രെഡും നമുക്കിതുപോലെ ഫില്ലിങ് വെച്ചിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ശരിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ബ്രെഡ് അവിടെ നമുക്ക് ഹോൾ പോലെ ബ്രെഡിന് തന്നെ ഉണ്ടെങ്കിൽ വേറൊരു ബ്രെഡ് എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മൈദേൻ്റെ ആ ഒരു പശയിൽ മുക്കിയിട്ട് ഒന്ന് നമുക്ക് ഹോൾസെല്ലാം അടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡ് ഇതുപോലെ ചെയ്യുക. ഇനി ഈ ബ്രെഡിൽ നമ്മൾ ഷേപ്പ് ചെയ്ത ബ്രെഡിൽ നമുക്കൊന്ന് മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ ഇത്രയും ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളത്. മുട്ടയിലേക്ക് കുറച്ച് വെള്ളം അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം മുക്കിയാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഓയിൽ കുടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. നല്ലോണം ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നമുക്ക് അതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാം, കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്ത് മാറ്റാവുന്ന ഒരു ഗോൾഡൻ കളറായാൽ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കുറയും. കാരണം ഇത് ഒരുപാട് ടൈം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവില്ല വേണ്ടു. ഓൾറെഡി എല്ലാം കുക്കായതാണല്ലോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ പുതിയ ഇഫ്താർ സീരീസും അതുപോലെ തന്നെ റെസിപ്പീസ് എല്ലായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.